കൊച്ചിയിൽ മുന്നണികളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രചാരണം കൊഴുക്കുകയാണ്. 3 പതിറ്റാണ്ടായി ഇടതുമുന്നണിക്കായി ചുവരെഴുതുന്ന ഒരാളുണ്ട് കൊച്ചിയിൽ. ഇത്തവണത്തെ ചുവരെഴുത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കാഴ്ചയിലേക്കാണ്. 1987 തെരഞ്ഞെടുപ്പ് മുതൽ ചുവരെഴുത്തിൽ സജീവമായിരുന്നു ദാസൻ. ഇത്തവണയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിനു പിന്നാലെ ചുവരെഴുത്തിൽ സജീവമായി തന്നെ രംഗത്തുണ്ട്. എന്തായാലും ഇത്തവണ ആർക്ക് വേണ്ടിയാണ് ചുവരെഴുതുന്നത് എന്നൊന്ന് അന്വേഷിക്കാം. LDF സ്ഥാനാർത്ഥി PJ ദാസൻ. ഇതാരാണ് ഈ PJ ദാസൻ? ഞാൻ തന്നെയാണ് PJ ദാസൻ. ഇത് എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ 1987 സഖാവ് TM മുഹമ്മദ് മട്ടാഞ്ചേരി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്താണ് നമ്മുടെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം ആദ്യമായി മതൽ എഴുതുന്നത്. സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്ഥാനാർത്ഥി തന്നെ അതൊരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. അതാണ് എനിക്കിപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ എനിക്ക് പാർട്ടി തന്ന വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇപ്പോൾ കാണുന്നത്. ഇതാണ് നസ്രത്ത് ഡിവിഷനിലെ ഇത്തവണത്തെ പ്രത്യേകത. കഴിഞ്ഞ 38 വർഷമായി PJ ദാസൻ ചുവരെഴുതുന്നു. പ്രഖ്യാപനം വന്നാൽ പെയിന്റിലും ഫ്ലൂറസനിലും ചായക്കൂട്ടൊരുക്കി ചുവരെഴുത്തു തുടങ്ങും. 3 പതിറ്റാണ്ടായി ഇതായിരുന്നു ശീലം. ഇത്തവണ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആ ചുവരെഴുത്തിനെ കൈവിടുന്നതെങ്ങനെ? നാളിതുവരെ പാർട്ടിക്ക് ചുവരെഴുതിയ PJ ദാസന് പാർട്ടി നൽകിയത് വലിയ ഉത്തരവാദിത്വം. സ്വതസിദ്ധമായി എനിക്ക് ലഭിച്ച ആ കഴിവാണ് ഞാൻ പാർട്ടിക്ക് വേണ്ടി ഇക്കാലം അത്രയും വിനിയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പാർട്ടി എൻ്റെ പേര് എഴുതുവാൻ ഈ ഒരു അവസരം തന്നതിൽ വലിയ അഭിമാനമാണ് എനിക്ക്. 87 മട്ടാഞ്ചേരി മണ്ഡലത്തിൽ മത്സരിച്ച TM മുഹമ്മദ് മുതൽ തൃക്കാക്കരയിൽ ജോ ജോസഫിന് വരെ ചുവരെഴുതിയിട്ടുണ്ട് PJ ദാസൻ. എറണാകുളത്ത് മനൂറോയി മത്സരിക്കുമ്പോൾ ഓട്ടോറിക്ഷ ചിഹ്നം വരക്കുകയും തൃക്കാക്കരയിൽ ഡോക്ടർ ജോ ജോസഫ് മത്സരിക്കുമ്പോൾ അവിടെയും അരിവാൾ ചുറ്റിക നക്ഷത്രം വരക്കുകയും ചെയ്ത ഒരു വലിയ അനുഭവം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ പോൾ എറണാകുളത്ത് മത്സരിക്കുമ്പോഴും എനിക്ക് അവിടെ പോയി ചുവരെഴുതാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ചുവരെഴുത്തിൽ മാത്രം നിർത്താൻ പറ്റില്ല. LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. നാട്ടുകാരെ നേരിട്ട് കാണണം, വോട്ടുറപ്പിക്കണം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ സ്വാതി കൃഷ്ണയ്ക്കൊപ്പം നിതിൻ അംബുജൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.